LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾ കാണുന്നു. ഒരു തത്സമയം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര നയസമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അത് വെച്ചിട്ട് നമുക്ക് അല്ല, LDF ചർച്ച ചെയ്ത വിഷയം ഞാൻ പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ അതിലൊരു പ്രത്യേക തീരുമാനം പിന്നീട് ഇത് സംബന്ധിച്ചിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പാണിത് എടുക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരുടെ വകുപ്പിലും അത് സ്വീകരിക്കാറുണ്ട്. എല്ലാവരുടെ വകുപ്പിലും അത്തരം സ്വതന്ത്രമായ നിലപാടുകൾ ഈ പൊതു നയത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാറുണ്ട്. അതാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാം. തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരില്ല. ഇപ്പം എന്താണെന്നുള്ളത് അല്ല, അത് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് വേറെ വഴിയില്ല. കേരളത്തിൽ ഈ പ്രശ്നം നമ്മളെ ഈ SSKയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണം. അത് നിങ്ങൾ ഓരോ സ്ഥലത്തും BRCയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതൊരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിക്കുള്ള പണമാകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. വലിയ ഭാഗവും ചെറിയ ഭാഗം കേരളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നമുക്ക് വേറെ ഒന്നുമില്ല. ഒരു ഭീഷണി ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. ഞങ്ങൾ അവിടെ EP ജയരാജൻ അവിടെ പ്രതിയോഗത്തെ പ്രസംഗിച്ചത് ഇങ്ങനെ അവരെ ഭീഷണി വിലപ്പോകില്ല, അതിനെക്കുറിച്ച് അവർ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അവരെ ഭീഷണിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് പല രീതിയിലും. എന്ത് കാര്യത്തിന്? സാധാരണ പേരാമ്പ്രയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് LDFൻ്റെ സമരം നടന്നിട്ടുണ്ട്, UDFൻ്റെ സമരം നടന്നിട്ടുണ്ട്. LDF പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമര കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾ പേരാമ്പ്ര ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ ഇപ്പോഴത്തെ MP മാത്രമല്ലല്ലോ, മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയിട്ടില്ലേ, K മുരളീധരൻ MP ആയിട്ടില്ലേ, KP ഉണ്ണികൃഷ്ണൻ MP ആയിട്ടില്ലേ? അത്തരം സന്ദർഭങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ നിലപാട് ഇപ്പോഴെങ്ങനെ ഇവിടെ വരുന്നു വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ? അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് ജനങ്ങൾ തന്നെയാണ് നിലപാടുകൾ എടുക്കേണ്ടത്. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു MP ഒരു സംഘർഷമുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. ആ സംഘർഷം മൂർച്ഛിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. ഇപ്പം ഞാനൊരു സംഘർഷമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാര് LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PM ശ്രീ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. സ്വതന്ത്രമായ നിലപാട് LDF എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇൻഡിപെൻഡൻ്റായ തീരുമാനമെടുക്കാം. വിദ്യാഭ്യാസ വകുപ്പിന് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാമെന്നാണ് RSൻ്റെ അജണ്ടയാണെന്നാണ് CPIയുടെ പക്ഷം. CPI ഇത്തിരി അടഞ്ഞു നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.